എൻ്റെ പേര് ഷംന. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഇസ്ലാമിക കുടുംബത്തിലാണ്. ചെറുപ്പകാലം തൊട്ട് തന്നെ, കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ഇസ്ലാമിക പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഞാനൊരു പരലോകം ഖുർആനിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. അതിൽ മരണത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം വായിച്ച ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തെക്കുറിച്ച് ഓർക്കാനും ഭയപ്പെടാനും ഒക്കെ തുടങ്ങി. ഏകദേശം ഒരു 17 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവരൊരു MRR മേനോൻ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പുള്ളി എനിക്ക് ഉറങ്ങാനുള്ള ഗുളികയാണ് തന്നത്. രാത്രി 9 മണിക്ക് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെയാണ് എഴുന്നേൽക്കുക. രാവിലെ 9 മണിക്ക് അതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ 3:30 ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. പിന്നെ എനിക്ക് ആ ഗുളികയുടെ ഇതിലൊരു ബോധമില്ലാത്തൊരവസ്ഥ പോലെ ആയി. പിന്നെ ഞാനതങ്ങ് നിർത്തി. എങ്കിലും ഈ ഭയം എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. എനിക്ക് ഒരു മകൻ ജനിച്ചു. ഒരു 1.5 വയസ്സൊക്കെ അവന് പ്രായമായപ്പോൾ തൊട്ട് എനിക്കൊരു ബ്ലീഡിങ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടറെ കണ്ട് കാണിച്ചു. ഹോർമോണൽ ഗുളികകളൊക്കെ കഴിച്ചു. ഹോർമോൺ ഗുളിക കഴിക്കുന്ന സമയത്ത് ബ്ലീഡിങ് സ്റ്റോപ്പായിരിക്കും. എനിക്ക് മെഡിസിൻസും ഫുഡും ഒക്കെ അലർജി ഉള്ളത് കൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് തന്നെ ഭയവും, രാത്രിയിൽ ആ ഭയവും, പിന്നെ എന്തൊക്കെയോ അസ്വസ്ഥതകളും രൂപങ്ങളും ഒക്കെ കാണുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ഏകദേശം പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനും പിന്നെ ആത്മീയമായ രീതിയിലൊക്കെ പല ഉസ്താദന്മാരെയും വിളിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ തുടങ്ങി. പല പള്ളികളിൽ പോകാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഭൂതബാധയാണ് എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. 2020, 19, 20 ആ ഒരു കോവിഡ് സമയത്തൊക്കെ അപ്പോൾ ഏകദേശം എൻ്റെ മകന് 15 വയസ്സായി. 15-16 വയസ്സ് ആ പ്രായത്തിൽ എൻ്റെ അടുത്ത് ഒരു CSI ചർച്ചിലെ ഒരു ആൻറ്റി വന്നു. എന്നോട് പറഞ്ഞു, പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വളരെ ഒരു സമാധാനം എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഈ 15 വർഷമായിട്ടും എനിക്ക് ബ്ലീഡിങ് ഇഷ്യൂ നിൽക്കുന്നേ ഇല്ലായിരുന്നു. ആ സമയത്ത് എന്നോട് അന്ന് മുതലാണ് ഞാൻ ഈ വചനം കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, 12 സംവത്സരം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തങ്ങളിൽ തൊട്ടപ്പോൾ സൗഖ്യമായി. അതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾക്ക് ഭൂതോപദ്രവമാണ്, എനിക്ക് ആ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.